പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില കാലങ്ങൾക്ക് ശേഷമായിട്ട് വീണ്ടും ദൈവവചനത്തെ നിങ്ങളുടെ മുമ്പാകെ ഈ ഗ്രാഫ്യ മീഡിയയിൽ കൂടെ അല്പസമയം പറയുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തരുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മഹാമാരിയുടെ ദിവസങ്ങളിൽ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മെ സുരക്ഷിതമായി കാക്കുന്ന സർവശക്തനായ ദൈവം ഈ രാത്രികാലവും നമ്മുടെ മധ്യമുണ്ട്. ലൈവിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഗ്രാഫ്യ മീഡിയയുടെ അഡ്മിനായി പ്രവർത്തിക്കുന്ന പ്രിയ ദേവദാസൻ, അങ്ങനെ ബാക്കിയുള്ള എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി ദൈവവചനത്തിൽ നിന്നൊരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്യും. ഇവിടെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ആരംഭ ഭാഗം അല്പസമയം ചിന്തിപ്പാനായി എടുക്കുവാൻ ആഗ്രഹിക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഈ എബ്രായ ലേഖനം മുഴുവനായി അതിൻ്റെ 1-ാമത്തെ അധ്യായം മുതൽ നമ്മൾ വിശദമായി ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സുപ്രധാനമായ ഒരു ആശയം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ എല്ലാ നിലവാരങ്ങളിലും അവൻ്റെ ശ്രേഷ്ഠതയെ വർണ്ണിക്കുന്ന അതിമനോഹരമായൊരു വർണ്ണനയാണ് എബ്രായ ലേഖനത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. പ്രത്യേകാൽ പഴയ നിയമ വിശുദ്ധന്മാർ അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ആരെയൊക്കെ മുൻനിർത്തി അവരുടെ വിശ്വാസത്തെ അവർ ആധാരമാക്കി ആരെയൊക്കെ ശ്രേഷ്ഠന്മാരായി എണ്ണിയോ അവരുടെ എല്ലാം നീണ്ട നിരയെ നിഷ്പ്രമമാക്കിക്കൊണ്ട് എബ്രായ ലേഖന കർത്താവ് യേശു കർത്താവിനെ ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവന്നിട്ട് അവനേക്കാൾ മറ്റാരും ശ്രേഷ്ഠത, അവനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന ഒരു സന്ദേശമാണ് എബ്രായ ലേഖനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൽ അബ്രഹാമുണ്ട്, വിശ്വാസ വീരന്മാരുണ്ട്, അതുപോലെ മൽക്കിസേദേക്കുണ്ട്, അഹരോനുണ്ട്. അവരൊക്കെ ഒരു തലമുറയുടെ, ഒരു കാലഘട്ടത്തിൻ്റെ വീരന്മാരും ധീരന്മാരും സുശക്തമായ നേതൃത്വം വഹിച്ചവരുമായിരുന്ന പഴനിമ ഭക്തന്മാരുടെ എല്ലാം വളരെ നല്ല ശ്രേഷ്ഠതയാർന്ന ഒരു കൂട്ടം നേതാക്കന്മാരായിരുന്നു. പക്ഷേ ഈ ലേഖനത്തിലുടനീളം നമ്മൾ കാണുന്നത് അവരെക്കാളൊക്കെ ശ്രേഷ്ഠത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് കൽപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ അവതരിപ്പിച്ചു വന്നിട്ട് 12-ാമത്തെ അധ്യായത്തിൽ അല്പം കൂടെ വ്യത്യസ്തമായ ഒരു ആശയം ഇതിൻ്റെ എഴുത്തുകാരൻ അറിയിച്ചു തരിക. പരിശുദ്ധാത്മാവിനാൽ അതിങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. മറ്റെല്ലാ വ്യക്തിത്വങ്ങളെക്കാളും ശ്രേഷ്ഠത ആരോപിക്കപ്പെടുന്നതിന് ശേഷം ആർക്കും അവഗണിക്കുവാൻ കഴിയാത്തതും ആർക്കും എതിർക്കുവാൻ കഴിയാത്തതുമായ സുശക്തമായ ഒരു സന്ദേശം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എങ്ങനെയുള്ള നായകൻ, അവൻ്റെ കഴിവ് എന്താണ്, അവൻ്റെ നേതൃത്വം എന്താണ്, അവൻ വിശ്വാസത്തിൻ്റെ നായകൻ, അതോടൊപ്പം പൂർത്തീകരിക്കുവാൻ കഴിയുന്നവൻ, ദ ഫിനിഷർ ഓഫ് ദ ഫെയ്ത്ത്, അല്ലെങ്കിൽ പെർഫെക്റ്റർ ഓഫ് ദ ഫെയ്ത്ത് എന്നൊക്കെ ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ പഴയനിയമ ഭക്തന്മാർക്ക് അല്ലെങ്കിൽ എബ്രായ വിശ്വാസികൾക്ക് ഒരു കൂട്ടം സുശക്തമായ നേതൃത്വങ്ങളുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവരുടെ വിശ്വാസ ജീവിതത്തെ പൂർത്തീകരിക്കുവാൻ ആ നേതൃത്വങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ എബ്രായ ലേഖന കർത്താവ് പരിശുദ്ധാത്മപൂർണനായി ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു:
വിശ്വാസ ജീവിതത്തെ പൂർത്തീകരിക്കുന്നത് ഏതെങ്കിലും ഒരു മാനുഷിക നേതൃത്വമല്ല, മാനുഷിക കരങ്ങളല്ല, സുശക്തമായ ഒരു അധികാരങ്ങളല്ല. പിന്നെയോ വിശ്വാസം, ആ ജീവിതം, വിശ്വാസത്തിൻ്റെതായ ആ ക്രമീകരണങ്ങൾ, ആ മുന്നോട്ടുള്ള ആ യാത്ര, അതിൻ്റെ പൂർത്തീകരണം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കരങ്ങളിലല്ല, പിന്നെയോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കൈകളിലാണെന്ന് എബ്രായ ലേഖന കർത്താവ് വിശദമാക്കുകയാണ്. ഈ രാത്രികാലവും ആ നിലവാരത്തിൽ തന്നെ നിന്നുകൊണ്ട് ഒരു സന്ദേശം എൻ്റെ കേൾവിക്കാർക്ക് മുമ്പിൽ ആമേൻ പറയുവാൻ തക്കവണ്ണം, കൈമാറുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുക. ദൈവമക്കളെ, നമ്മുടെ എല്ലാ നിലവാരങ്ങളിലുമുള്ള ക്രൈസ്തവ അനുഭവങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ക്രിസ്തീയ പാരമ്പര്യത്തിൽ എത്തുന്നതിനൊക്കെ മുമ്പ് ഒത്തിരി നേതാക്കന്മാർ അല്ലെങ്കിൽ ഒത്തിരി നല്ല അധികാരങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവരെയൊക്കെ ദൈവം അതാത് സമയങ്ങളിൽ ആക്കി വെച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഫുൾഫില്ലർ എന്ന പദവിയിലേക്കോ എവിടെയെങ്കിലും നമ്മെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്ന പദവിയിലേക്കോ നമുക്കൊരു മനുഷ്യനെയും കൽപ്പിക്കുവാൻ കഴിയത്തില്ല. യഥാർത്ഥ ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥ നായകൻ, അവൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ പൂർത്തി വരുത്തുന്നവൻ, അതേതെങ്കിലും ഒരു മനുഷ്യനല്ല, പിന്നെയോ അരുമനാഥൻ, രക്തം തന്നവൻ, രക്തം തന്ന് സഭയെ വീണ്ടെടുത്തവൻ, തൻ്റെ ചോര കൊണ്ട് സമ്പാദിച്ച സഭയെ തൻ്റെ പ്രത്യക്ഷതയിൽ തന്നോടൊപ്പം ചേർത്തിരുത്തുവാൻ വരുന്നവൻ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, അവൻ മാത്രമാണ് പൂർത്തീകരണം വരുത്തുവാൻ കഴിയുന്നവൻ. ഈ രാത്രികാലം ദൈവത്തിൻ്റെ മക്കളെ, പലവിധമായ പ്രതിസന്ധികളിലും ഭാരങ്ങളിലും മുമ്പോട്ട് എങ്ങനെയായി തീരണമെന്നോ എന്തായി തീരണമെന്നോ ഒന്നും അറിയാതെ, അടുത്ത വഴി എന്താണ്, അടുത്ത നിലവാരത്തിൽ എങ്ങനെയായിത്തീരും എന്നൊന്നും അറിയാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി പേര് ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടിൽ അങ്ങനെയുള്ളവരുടെ ഒരു നീണ്ട നിര കണ്ടെന്നിരിക്കാം. പക്ഷെ വചനം നമുക്ക് തരുന്ന ഏറ്റവും ആധികാരികമായ ഒരു ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, നിന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന കർത്താവല്ല. അവൻ നീതിമാനാണ്. അവൻ്റെ പദ്ധതികളെല്ലാം പൂർണ്ണമാണ്. അവൻ പറഞ്ഞ വചനങ്ങളെല്ലാം വളരെയധികം സുവ്യക്തമാണ്. അവൻ്റെ വാക്കുകളിൽ ഒന്നുപോലും തെറ്റിയിട്ടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ആ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയട്ടെ. അവൻ പറഞ്ഞിട്ടുള്ള വാഗ്ദാത്തങ്ങൾ ഒന്നും നിവൃത്തിയാകാതെ പോകത്തില്ല. അവൻ നായകൻ മാത്രമല്ല, പൂർത്തീകരണം വരുത്തുവാൻ കഴിയുന്നവൻ. നമ്മെ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് വിളിച്ചു വേർതിരിച്ചപ്പോൾ കർത്താവിന് ഏറ്റവും വലിയൊരാഗ്രഹം നമ്മളെക്കുറിച്ചുണ്ട്. എന്തെന്നറിയാമോ? നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. വിശ്വാസ ജീവിതത്തിന് ഏറ്റവും വലിയൊരു ലക്ഷ്യമുണ്ട്. നമുക്കറിയാം, അത് ഈ ലോകമല്ല, ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളല്ല, സുഖലോലുപതയല്ല, മറ്റേതെങ്കിലും വിഷയങ്ങളല്ല. പിന്നെയോ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പർപ്പസ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനുണ്ട്. അതിൻ്റെ ആ ലക്ഷ്യത്തിൽ നാം പൂർത്തീകരണത്തിൽ എത്തുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫിനിഷിംഗ് പോയിന്റ് എന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അത് ഈ ഭൂമിയിലെ ഏതെങ്കിലും നല്ല ഉയർന്ന മെച്ചപ്പെട്ട ഒരു ജീവിതമല്ല, പിന്നെയോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് കൂടെ വസിക്കുന്ന നിത്യതയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചത്. എന്നാൽ അതിന് ഇപ്പുറമായിട്ട് നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെ, പത്രോസ് ഇങ്ങനെ പറയുന്നു, അവൻ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പം ജീവനും ഭൗതികമായിട്ടുള്ള ജീവിതം, ആ ജീവൻ ഉപാധികൾ, അതോടൊപ്പം തന്നെ ആത്മീയമായതിനെ, ഇതിനെയൊക്കെ ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ആത്മീയരായി ജീവിച്ചു തുടങ്ങിയിട്ട് പൗലോസ് പറയുന്നത് പോലെ നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ച്
ജഡത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ച ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ രാത്രികാലം വചന ശുശ്രൂഷ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല ഒരു തുടക്കത്തിൽ തുടങ്ങി ഒരു പരാജയപ്പെടുന്ന അനുഭവത്തിലേക്ക് പോകാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആത്മാവിൽ തുടങ്ങി ആത്മാവിൽ തന്നെ അവസാനിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. പാപികളായിരുന്ന, അഭക്തന്മാരായിരുന്ന, അനീതിയും നീതികേടും പ്രവർത്തിച്ചിരുന്ന നമ്മെ ഓരോരുത്തരെയും, ശത്രുക്കളായിരുന്ന നമ്മെ ഓരോരുത്തരെയും പുത്രന്റെ രക്തം തന്ന് സമ്പാദിച്ചത് മറ്റൊരാവശ്യത്തിനും വേണ്ടി ആയിരുന്നില്ല. പിന്നെയോ ഒരു ഫിനിഷിംഗ് പോയിന്റ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. ഈ ലോകത്തിൽ, ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിനു വേണ്ടിയും കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടിയും ശക്തമായി ഇറങ്ങി പ്രവർത്തിക്കുകയും അതിനുശേഷമായിട്ട് കണ്ണുനീരും പ്രാർത്ഥനയും ആഗ്രഹങ്ങളും ഒക്കെ ദൈവത്തോട് അറിയിച്ചതിന് ശേഷം ദൈവം കുറച്ച് നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ജീവിതത്തിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കർത്താവിന് വേണ്ടി ചെയ്തതിൻ്റെ ഒക്കെ പ്രതിഫലം ഇവിടെ കിട്ടി എന്ന് നമുക്ക് വിശ്വസിക്കുവാനോ ആശിക്കുവാനോ സന്തോഷിക്കുവാനോ വകയില്ല. കാരണം ദൈവത്തിൻ്റെ മക്കളെ, നമ്മളെല്ലാവരും ഈ വചനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ വായിച്ചതുപോലെ നമ്മളെല്ലാവരും ഓട്ടക്കളത്തിലാണ്. ഒന്നാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്, അത് സ്ഥിരതയോടെ ഓടുക. കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തിൽ അതിൻ്റെ നല്ല തുടക്കം കുറിച്ച അനേക ദൈവമക്കൾ പാതി വഴിയിലെത്തുമ്പോൾ ദൈവഭക്തിയിൽ നിന്ന് കുറവുള്ളവരായി, പ്രാർത്ഥനയിൽ നിന്ന് പിന്നോക്കം പോയി ആത്മീയ ജീവിതത്തിൽ മുരടിപ്പ് അനുഭവിക്കുന്ന ഒരു കാഴ്ച അനേക കുടുംബങ്ങൾക്ക് പറയുവാനുണ്ടാകും, അനേക വ്യക്തികൾക്ക് പറയുവാനുണ്ടാകും. പക്ഷെ ഈ രാത്രികാലം വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇതല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ വിശ്വാസ ജീവിതത്തിനൊരു പൂർത്തീകരണമുണ്ട്. തൻ്റെ ജനമായ ഇസ്രായേലിനെ ദൈവം മരുഭൂയാത്രയിൽ കൂടി നടത്തിയ ആ നീണ്ട സംവത്സരങ്ങളെക്കുറിച്ച് പഴയ നിയമ പുസ്തകങ്ങളിൽ നമ്മൾ കാണുകയാണ്. അവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരോട് ദൈവം ഒരു കാര്യം മോശ മുഖാന്തരം ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിങ്ങളെ ഒരു ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ ദേശം പാലും തേനും ഒഴുകുന്ന ദേശമാണ്. ആ ദേശത്തേക്കുള്ള യാത്ര മധ്യേ നമുക്കറിയാം, അവരന്ന് വരെ പ്രതീക്ഷിച്ചതോ കണ്ടിട്ടോ ഇല്ലാത്ത അനേക പ്രതിസന്ധികളിൽ കൂടെ വിൽഡർനെസ്, മരുഭൂയാത്ര അവർക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. പക്ഷെ ഓരോ പ്രതിസന്ധിയുടെയും അവസാനമായി ദൈവം അവർക്ക് വേണ്ടി നന്മകളെ ഒരുക്കി വെച്ചിരുന്നു. ഒരു സ്ഥലത്ത് രഫീദീം എന്ന് പറഞ്ഞ ആ ദേശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വെള്ളമില്ല. അവർ വളരെയധികം കഷ്ടപ്പെടുകയാണ്. മരുഭൂമിയാണ്. വെള്ളമില്ലാത്ത ദേശത്തുകൂടെ നടന്നിട്ട് പിന്നീട് അവർ ചെല്ലുന്ന സ്ഥലത്ത് വെള്ളമുണ്ട്, പക്ഷെ കുടിപ്പാൻ കഴിയത്തില്ല. മാറ എന്ന സ്ഥലം. മാറായിൽ വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ കഴിയാത്തവണ്ണം കയ്പിൻ്റെ അനുഭവമായിരുന്നു. അവിടെ ദൈവം അവരുടെ ദുഃഖവും അവരുടെ ആവശ്യവും മനസ്സിലാക്കി. അവർ വരുന്നതിന് മുമ്പേ അവർക്ക് വേണ്ടി ആ നദിക്ക്, ആ തടാകത്തിനരികെ അവർക്ക് വേണ്ടി ഒരു വൃക്ഷം അവിടെ നട്ടിട്ടുണ്ടായിരുന്നു ദൈവം, അല്ലെങ്കിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് ശിഖരം ഇട്ട് കഴിഞ്ഞപ്പോൾ കയ്പിൻ്റെ അനുഭവം അവർക്ക് മധുരമാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് അവർ പിന്നീട് പോയ ഭാഗം നമ്മൾ വായിക്കുന്നത്, അവർ എലീമിലെത്തി. അവിടെ 70 ഈന്തപ്പനയും 12 നീരുറവയും ഉണ്ടായിരുന്നൊരു ദേശം. എത്ര നല്ല സന്തോഷമുള്ള സ്ഥലം, എത്ര ആനന്ദകരമായ ഒരു സ്ഥലം. നോക്കുക, മുമ്പേ കൊണ്ടുവന്ന മാനുഷിക കരങ്ങൾ മോശയെയും അദർശനായ ദൈവം തൻ്റെ സാന്നിധ്യത്തെ മേഘത്തിൽ അവരുടെ മുമ്പേ ചലിക്കുമാറാക്കി. അങ്ങനെ പോകുന്ന യാത്രയിൽ ഒരേ സമയം തന്നെ പ്രതിസന്ധിയും അതിനടുത്തതായി വിടുതലുകളും അവർ അനുഭവിക്കാനിടയായി. വെള്ളമില്ലാത്ത ദേശത്തു നിന്ന് വെള്ളമുള്ള കയ്പിൻ്റെ വെള്ളമുള്ള ദേശത്തേക്ക് വന്നു, അതിനെ മധുരമാക്കി കൊടുത്തു. ഇതാ എത്തിയിരിക്കുന്നത് എലീമാണ്. എലീം
സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. സന്തോഷത്തിൻ്റെ, ആസ്വാദനത്തിൻ്റെ, മധുരത്തിൻ്റെ, വിശ്രമത്തിൻ്റെ, ദാഹജലം ലഭിച്ചതിൻ്റെ, വിശപ്പും ദാഹവും ക്ഷീണവും മാറിയതിൻ്റെ, കഴിഞ്ഞ ദിവസങ്ങളിലെ വെള്ളമില്ലാത്ത ആ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ മറന്നതിൻ്റെ സ്ഥലമായിരുന്നു ഏലീം. എന്നാൽ നമ്മൾ കാണുകയാണ്, ഏലീമും ഒരു താൽക്കാലികമായിരുന്നു. മുമ്പേ പോയ ദൈവം അവരെ ഏലീമിൽ നിർത്തുവാൻ ആഗ്രഹിച്ചില്ല. ജനത്തിൽ ഒരു പക്ഷേ ഒരു വലിയ കൂട്ടത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലെ യാത്രകളും തളർച്ചകളും ക്ഷീണങ്ങളും മടുപ്പ് തോന്നുന്ന അനുഭവങ്ങളും പിറുപിറുപ്പുകളും ഒക്കെ വന്നപ്പോൾ പലരും ആഗ്രഹിച്ചു കാണും, ഏലീമിൽ കുറച്ചുനാൾ തമ്പടിച്ച് താമസിച്ച് കൂടാരം കെട്ടിപ്പടുത്ത് കുറച്ച് ദിവസമൊക്കെ ഇവിടെ നിന്ന് ആസ്വദിച്ച് ഈത്തപ്പഴമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് സന്തോഷമായി ജീവിക്കാമെന്ന് ആഗ്രഹിച്ചവർ ഒരു പക്ഷേ കാണും. പക്ഷെങ്കിൽ മുമ്പേ കടന്നു പോകുന്ന ദൈവത്തിനൊരു ടാർജറ്റ് ഉണ്ട്. മാനുഷിക കരങ്ങൾ ദൈവം ഒരുക്കിക്കൊടുത്ത മോശയുടെ കരങ്ങൾക്കും ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. അതെ പ്രിയരെ, ഏലീം ഒരിക്കലും ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയുടെ പര്യവസാനമല്ല. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് കഷ്ടത മാറി, കഴിഞ്ഞ കാലങ്ങളിലെ ശോധനകൾ മാറി, സാമ്പത്തികമായി ഞെരുങ്ങിയ കാലഘട്ടം മാറി, ഇപ്പോൾ എല്ലാം നന്നായിരിക്കുന്നു, ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, ജീവിതം പച്ച പിടിച്ചിരിക്കുന്നു, കുറവുകളില്ലാത്ത സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഈ രാത്രികാലം മനസ്സിലാകട്ടെ, അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. പിന്നെയോ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മൾ വിശ്വാസ ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിന് അവർക്ക് കൊടുത്തിരുന്ന ഏറ്റവും വലിയൊരു ലക്ഷ്യസ്ഥാനമുണ്ടായിരുന്നു, കനാൻ ദേശത്തിൽ നിങ്ങൾ എത്തുവോളം. ഇതിനിടയിൽ പ്രതിസന്ധിയുണ്ട്, ആശ്വാസമില്ലാത്ത വേദനിപ്പിക്കുന്ന കണ്ണുനീരിൻ്റെ അനുഭവങ്ങളൊക്കെയുണ്ട്. അതിനടുത്ത നിമിഷം തന്നെ ആസ്വാദികരമായ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഏലീമോ അതുപോലെ മന്ന ലഭിച്ച സ്ഥലത്തോ അല്ലെങ്കിൽ കാടപ്പക്ഷിയെ ലഭിച്ച സ്ഥലത്തോ ഇവിടെയൊന്നും ദൈവത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് മാറ്റിയതായി നമ്മൾ കാണുന്നില്ല. ദൈവത്തിനൊരു പൂർത്തീകരണമുണ്ട്. ഇന്ന് രാത്രികാലം ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവദാസനെ, പ്രിയ കുഞ്ഞെ, കാത്തിരുന്ന് കാലങ്ങളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ടുള്ള ഒരു വഴിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു പൂർത്തീകരണ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തുവോളം നമ്മെ കർത്താവ് ഈ യാത്രയിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുക. ഇസബേൽ എന്ന സ്ത്രീയുടെ ഭീഷണിയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുക, പ്രവാചകനായ ഏലിയാവ് ചൂരച്ചെടിയുടെ ചൂട്ടിൽ പോയി കിടന്നിട്ട്, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും നല്ലവനല്ല, മതി യഹോവേ മതി, എൻ്റെ ആത്മാവിനെ അങ്ങ് എടുത്തുകൊള്ളണം, എനിക്ക് ഇത്രയും മതി, ജീവിച്ചത് മതി. അവിടെ തൻ്റെ ആ റിക്വസ്റ്റിനെ ദൈവം മാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നമുക്ക് ആ ഭാഗം ഒന്ന് എടുത്ത് നോക്കാം. ദൈവം അവിടെ എന്താ ചെയ്തത്? 1 രാജാക്കന്മാർ 19-ാമത്തെ അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട്, എഴുന്നേറ്റ് തിന്നുക. 6-ാം വാക്യം. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കിൽ ഇരിക്കുന്നത് കണ്ടു. തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു,
7-ാം വാക്യം, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യവും വന്നവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക. അപ്പോൾ ഒരു മനുഷ്യ ബലഹീനത നമ്മൾ കാണുകയാണ്. ഒരു വ്യക്തിയുടെ ഭീഷണിയുടെ മുമ്പിൽ ശക്തനായ ഒരു പ്രവാചകൻ തൻ്റെ ശുശ്രൂഷ തീർന്നു എന്ന് ചിന്തിച്ചുകൊണ്ട്, തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മരിപ്പാൻ ഇച്ഛിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അവസാനിക്കുന്നില്ല. അവൻ ബലഹീനനായിരുന്നപ്പോൾ അവനെ ഉണർത്തുവാൻ, അവനെ ശക്തീകരിക്കുവാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കുക. വെറുതെ ഒരു വചനവും കൊടുത്തുകൊണ്ടല്ല അയച്ചത്. ദാനിയേലിനെ ആശ്വസിപ്പിക്കുന്ന പോലെ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ ബലപ്പെടുക ബലപ്പെടുക എന്ന് ആവർത്തിച്ചു പറഞ്ഞ് അവനെ ബലപ്പെടുത്തിയതുപോലെ ഏലിയാവിനെ ഒരു വാക്കുകൊണ്ട് ബലപ്പെടുത്തുന്ന ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത്. പിന്നെയോ അവൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതയും അവൻ്റെ ആന്തരിക മനുഷ്യൻ്റെ ബലഹീനതയും തിരിച്ചറിഞ്ഞ ദൈവം സ്വർഗീയ ഭോജനത്തെ ദൂതൻ്റെ കൈവശം കൊടുത്ത് 2 പ്രാവശ്യം കൊടുത്തവനെ അയക്കുക. എന്തിനാ അവനെ ദൈവം പോഷിപ്പിച്ചത്? ഒറ്റ കാര്യമുണ്ട്, നിനക്കൊരു ദൂരയാത്ര ഇനിയും ചെയ്യുവാനുണ്ട്. പ്രിയരെ, പലപ്പോഴും നമ്മുടെയൊക്കെ പ്ലാനും നമ്മുടെയൊക്കെ ഉദ്ദേശങ്ങളും അത് തെറ്റുന്നത് കാണുമ്പോൾ, അതിൻ്റെതായ പദ്ധതികളിൽ അത് പോകാതിരിക്കുന്നത് കാണുമ്പോൾ, പലതും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതിരിക്കുന്നത് കാണുമ്പോൾ, നമ്മളിതുപോലെ എലിയാവിനെ പോലെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ രാത്രികാലം വചനം കേൾക്കുമ്പോൾ ആ ചിന്തകൾക്ക് ഒരു വിരാമം ഉണ്ടാകട്ടെ, ആ ചിന്തകൾക്കൊരു തിരുത്തലുണ്ടാകട്ടെ. അതെ, ദൈവം ഒരു കാര്യത്തിൽ ഒരു പൂർത്തീകരണം, ലക്ഷ്യം അവൻ കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, അതേപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയുടെ ആത്മീയ അഭിവൃദ്ധിയെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുകയാണ്, 2 പ്രാവശ്യം ആഹാരം കഴിച്ച് ശക്തിപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടക്കുകയാണ്. 40 രാവും 40 പകലും നടന്നു. ഈ 40 രാവും 40 പകലും നടന്ന ആ നടത്തമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ ദൈവപ്രവൃത്തി നടന്നു എന്ന് വിചാരിക്കും. അല്ല, ശ്രദ്ധിച്ചു നോക്കിയാൽ അടുത്ത വാക്യങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നു. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ദൈവം പിന്നെയും വന്ന് എലിയാവിനെ വിളിക്കുക. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഭൂകമ്പത്തിന് ശേഷം ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. ഇദ്ദേഹം എന്താ ചെയ്തേ? ഇദ്ദേഹം ദൈവം അയച്ച ദൂതനിൽ നിന്ന് അപ്പവും വെള്ളവും ഒക്കെ കുടിച്ച് ശക്തി പ്രാപിച്ചിട്ട് 40 രാവും 40 പകലും നടന്നിട്ട് അവിടെ കണ്ട സാമാന്യം നല്ല ഭേദപ്പെട്ട ഒരു ഗുഹയിൽ കയറി ക്ഷീണമൊക്കെ മാറ്റി അവിടെ അങ്ങ് വിശ്രമിക്കുക. ചൂരച്ചെടിയുടെ കീഴിൽ നിന്നും മാറി ഗുഹയ്ക്കകത്തേക്ക് കയറുകയാണ്. ദൈവം പറഞ്ഞ ഒരു കാര്യം, നിനക്കിവിടെ എന്ത് കാര്യം? നിനക്കിവിടെ എന്ത് കാര്യം? നിന്റെ ശുശ്രൂഷ അവസാനിക്കുന്നത് ചൂരച്ചെടിയുടെ ചൂട്ടിലല്ല. നിന്റെ ശുശ്രൂഷ അവസാനിക്കേണ്ടത് ഒരു ഗുഹയ്ക്കകത്തുമല്ല. ദൂതനെ അയച്ച് നിന്നെ പോഷിപ്പിച്ചത് ഒരു മനുഷ്യനും ഇന്നുവരെ ലഭിക്കാത്ത സ്വർഗീയ ഭോജനം നിന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവന്ന് നിന്നെ പുഷ്ടിപ്പെടുത്തിയതും നിന്നെ ബലപ്പെടുത്തിയതും ഗുഹയ്ക്കകത്ത് കയറി ചുരുണ്ടുകൂടാനല്ല ഏലിയാവേ. പിന്നെയോ, നിനക്ക് ഇനിയും ചില ശുശ്രൂഷകൾ ചെയ്തെടുക്കാനുണ്ട്.
ഇനിയും ചിലരെ നിനക്ക് അഭിഷേകം ചെയ്യാനുണ്ട്. ഇനിയും ചിലവരെ നിന്റെ പിൻഗാമിയായി നിന്റെ ശുശ്രൂഷയ്ക്ക്, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിനക്ക് തിരഞ്ഞെടുപ്പാനുണ്ട്. ഈ രാത്രികാലം ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരെ, പ്രായമായതുകൊണ്ടോ ഏറെക്കാലം ശുശ്രൂഷയിൽ നിന്നതുകൊണ്ടോ കർത്താവിന് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചതുകൊണ്ടോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക ശുശ്രൂഷയ്ക്ക് വിരാമമിടുന്നുവെങ്കിൽ ഇന്ന് ആ ചിന്ത ഒന്ന് മാറട്ടെ. നിങ്ങളെക്കുറിച്ചുള്ള, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ദൈവത്തിന് നമ്മെക്കുറിച്ച് സുശക്തമായ, വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനായിട്ടാണ് ദൈവം നമ്മെ എല്ലാവരെയും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, മത്തായി സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ തൻ്റെ ശിഷ്യന്മാരിൽ 3 പേരെ, പത്രോസും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചുകൊണ്ട് യേശു കർത്താവ് ഒരു മലയിലേക്ക് പോവുകയാണ്. ആ മലയിൽ വെച്ച്, മറുരൂപമലയെന്നാണ് നമുക്കതിനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത്. ഞാനതിനെക്കുറിച്ചൊന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. നോക്കിയേ ദൈവമക്കളെ, അതുവരെ ആർക്കും കാണാൻ കഴിയാത്ത രീതിയിൽ യേശുവിനെ വെറും ഒരു മാനുഷിക രീതിയിൽ കഴിഞ്ഞ നാളുകളിൽ കണ്ട ഈ ശിഷ്യന്മാർ, ഇതാ അവർ കാണുന്നത് തേജസ്സിനെ വാരിച്ചുറ്റിയ യേശു കർത്താവിൻ്റെ രൂപം. ഒരു മനുഷ്യനും ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ അതീവ ശോഭയുള്ള, വെളിച്ചം പോലെ ശോഭിക്കുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് യേശു കർത്താവ്, അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുക. ഈ കാഴ്ച കണ്ടു കഴിയുമ്പോൾ പത്രോസ് ഇങ്ങനെ പറയുക, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ നിങ്ങൾക്ക് 3 പേർക്ക്, മോശയ്ക്കും ഏലിയാവിനും, ഒന്ന് കർത്താവിനും, 3 കുടിലുകൾ ഉണ്ടാകും. പത്രോസേ, നിനക്ക് സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നീ കണ്ടേ. നീ ഇന്ന് വരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മീയ ജീവിതത്തിൽ, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ ദർശനം നീ കണ്ടു. അവൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച, ആ ചിന്തയാണ് അവൻ പറഞ്ഞത്. ഇതിങ്ങനെ തുടർന്നുവെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ ദൈവത്തിന് അതല്ലായിരുന്നു പദ്ധതി. നമ്മൾ അടുത്ത വാക്യത്തിൽ അത് കാണുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ, അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ശബ്ദമുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. അവിടെ നമ്മൾ കാണുക, കുടിലുണ്ടാക്കുവാൻ ആഗ്രഹിച്ച് താല്പര്യപ്പെട്ടവർ ഭയന്ന് പിന്മാറുകയാണ്. കാരണം അവരെ അല്പസമയം കൂടെ അവരെ അനുവദിച്ചിരുന്നുവെങ്കിൽ, വളരെ മിടുക്കന്മാരായതുകൊണ്ട് ഇത് പക്ഷേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരൊരു കുടില്, 1 3 കുടിൽ അവരുണ്ടാക്കിയനേമായിരുന്നു. അവരെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം, കർത്താവിനെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഉദ്ദേശം, മറുരൂപമലയിൽ ചെന്ന് കുടില് കെട്ടി താമസിക്കാനുള്ളതായിരുന്നില്ല. ചില ദിവസങ്ങൾ, ചില നാളുകൾ കൂടെ ശുശ്രൂഷ തികച്ച് ഒരു ഗെത്സമനെയും, ഒരു ഗോൽഗോഥയും, ഒരു കാൽവറി ക്രൂശും ദൈവത്തിൻ്റെ മനോമുകുരത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം മഹത്വധാരിയായി ഒലിവുമലയിലേക്കുള്ള ഒരു യാത്രയും, അവിടെ നിന്ന് ഒരു പുനരുത്ഥാനവും ഉൽപ്രാപണവും, ഇതൊക്കെ ദൈവത്തിൻ്റെ മുൻ പദ്ധതിയാണ്. അത് നടക്കണമെങ്കിൽ കുടില് കെട്ടി താമസിക്കുവാൻ പറ്റില്ല. പ്രിയ ദൈവ പൈതലേ, പലപ്പോഴും ആത്മീയ ശ്രേഷ്ഠതകളും കൃപാവരങ്ങളും
അഭിഷേകവും ആത്മീയ നന്മകളും ഒക്കെ കാണുമ്പോൾ എല്ലാം ഓക്കെ ആയി എന്ന് ചിന്തിക്കാൻ വരട്ടെ. അവസാനിച്ചിട്ടില്ല. ഇനിയും യാത്രകളുണ്ട്, ഇനിയും മുന്നോട്ട് ചവിട്ടുപിടികളുണ്ട്, ഇനിയും നമ്മുടെ മുമ്പിൽ ലക്ഷ്യത്തെ നമ്മൾ പ്രാപിച്ചു തീർന്നിട്ടില്ല. അതാണ് വിശ്വാസത്തിൻ്റെ യാത്ര. അതെവിടെ വെച്ച് തീരും? കനാൻ നാട് ദൈവത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൽപ്പിച്ചതുപോലെ പുതിയ നിയമഭക്തരായ നമുക്ക് ഒരു കനാൻ നാടിനെ ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ആ നാട്ടിലേക്കുള്ള യാത്രയിലാണ് നമ്മളെല്ലാവരും. സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ, കർത്താവിനോട് ചേരുവാനുള്ള യാത്രയിൽ, വിശുദ്ധ ജീവനത്തിനു വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആ നിത്യനാടിനെ പ്രാപിക്കുവാൻ വേണ്ടി പോകുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ അവിടെ ചെല്ലുന്നതിന് മുമ്പേ ഈ താൽക്കാലിക വസതിയിൽ അനേക സുഖലോലുപതയോ അനേക അനുഗ്രഹങ്ങളുടെ മായ കാഴ്ചകളോ ഒക്കെ നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുന്നുണ്ടോ എന്ന് ഈ വചന ശുശ്രൂഷയിൽ നമ്മളൊന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. സംഖ്യാപുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ രണ്ടു കൂട്ടരെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം 32-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ രൂബേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യസേർ ദേശവും ഗിലിയാദ് ദേശവും ആടുമാടുകൾ കൊള്ളാകുന്ന സ്ഥലം എന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ എലിയാസറിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അതിൻ്റെ 4-5 വാക്യങ്ങൾ. യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പ് ജയിച്ചടക്കിയ ദേശം ആടുമാടുകൾക്ക് കൊള്ളാകുന്ന ദേശം, അടിയങ്ങൾക്കോ ആടുമാടുകളുണ്ട്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരയണം. ഞങ്ങളെ യോർദാനക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. നോക്കുക, ദൈവത്തിൻ്റെ ഉദ്ദേശം മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് തൻ്റെ ദാസനായ മോശയുടെ കൈക്കീഴെ അവരെ നടത്തി അവരെ കൊണ്ടുപോകുവാനിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന ആ ദേശത്തിലേക്ക് കൊണ്ടെത്തിച്ച് അവർ പണിയാത്ത വീടും കുഴിക്കാത്ത കിണറും നട്ടിട്ടില്ലാത്ത ഫലവൃക്ഷങ്ങളും അവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഇക്കഴിഞ്ഞ നാളുകളിൽ ദൈവം അവരെ നടത്തിക്കൊണ്ടുവന്നപ്പോൾ ഇതാ രൂബേന്യരും ഗാദ്യരും, പിന്നീടുള്ള അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മനശ്ശയുടെ പാതി ഗോത്രവും അതിൽ ഉൾപ്പെടുന്നു. അങ്ങനെ 2.5 ഗോത്രങ്ങൾ യോർദാനിനിക്കരെ ഒരു നല്ല ഭൂപ്രദേശം കണ്ടെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജനത്തോട് ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശം. പക്ഷെ ജനം അവരിലെ ഒരു ഭാഗം കണ്ടെത്തിയ ദേശം യോർദാൻ അക്കരെയുള്ള കനാൻ ദേശമല്ലായിരുന്നു. പിന്നെയോ യോർദാൻ ഇക്കരെയുള്ള ആടുമാടുകൾക്ക് നല്ലൊരു ദേശം, ആടുമാടുകൾക്ക് കൊള്ളാവുന്ന ഒരു ദേശം. കാരണം അവർക്ക് പറയുവാനുള്ള ഒരു സന്തോഷം, ഞങ്ങൾക്ക് അനേകം ആടുമാടുകളുണ്ടല്ലോ, ഈ ദേശം ആടുമാടുകൾക്കുതകുന്ന ദേശം. നമുക്കറിയാം, അവർ ചെയ്ത പ്രവൃത്തിയെ മോശ ആദ്യം ശാസിക്കുകയും അവരുടെ ആ ചിന്തയെ ശാസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നു, തങ്ങളുടെ സഹോദരന്മാരോടൊപ്പം യുദ്ധത്തിന് പോകാൻ അവർ സമ്മതം പ്രകടിപ്പിക്കുകയും ദേശത്ത് അവരെ കൊണ്ട് ചെന്ന് ആക്കി അവർക്ക് ദേശം കൊടുക്കുവോളം, സമാധാനം അവർ പ്രാപിക്കുവോളം ഇവരിലെ ഒരു വലിയ കൂട്ടവും വീരന്മാരായ പോരാളികളായ ഒരു കൂട്ടം ബാക്കിയുള്ള ഗോത്രങ്ങളോട് കൂടെ ചേർന്ന് യുദ്ധത്തിന് സന്നാഹത്തോടുകൂടെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് അപ്പുറമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അപ്പുറമായി, ദൈവിക ലക്ഷ്യങ്ങൾക്ക് അപ്പുറമായി സ്വന്തം ഇഷ്ടപ്രകാരം ലക്ഷ്യങ്ങളെ തിരഞ്ഞെടുത്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിച്ച ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഈ 32-ാമത്തെ അധ്യായത്തിൽ രൂബേന്യരും ഗാദ്യരെയും കുറിച്ച് നമ്മൾ കാണാൻ കഴിയുന്നത്. പിന്നീട് രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ദേശത്തിനുണ്ടാകുന്ന
ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നീട് കാണുകയാണ്. 15-ാമത്തെ അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പേക്കഹിൻ്റെ അതുപോലെ അങ്ങനെയുള്ള അശൂര്യരായ രാജാക്കന്മാർ വന്ന് ഈ ദേശത്തെ മുഴുവൻ കൈവശപ്പെടുത്തുകയും ഇതിലെ മുഴുവൻ ആളുകളെയും ബദ്ധരാക്കി പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്യുന്ന വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് പിന്നീട് കാണാൻ കഴിയും. ദൈവത്തിന് മക്കളെ, ഈ രാത്രികാലം ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പൂർത്തീകരണം വരുത്തുവാൻ നമ്മുടെ പദ്ധതിയിലല്ല, പിന്നെയോ ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മെ തന്നെ സമർപ്പിക്കാനിടയാകട്ടെ. നമുക്ക് വചനം പറയുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അനേകം വിചാരങ്ങളുണ്ട്. യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. നമുക്കൊത്തിരി താല്പര്യങ്ങളുണ്ട്, നമുക്കൊത്തിരി ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക്, ദൈവത്തിൻ്റെ പ്ലാനിന് കീഴ്പ്പെടുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ പൂർത്തീകരിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവിക പദ്ധതിയുടെ മുമ്പിൽ ഏത് തടസ്സം വന്നാലും അതിനെ അതിജീവിച്ച് മുന്നേറുവാനുള്ള കരുത്തും അതിൻ്റെ പ്രാപ്തിയും തൻ്റെ മക്കൾക്ക് കൊടുത്ത് അവരെ വഴി നയിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. റോമിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് തന്നെ അപ്പോസ്തലനായ പൗലോസിനോട് ദൈവം വളരെ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു, നീ റോമിൽ ചെന്ന് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരണം, കൈസറുടെ മുമ്പിൽ നിൽക്കണം. ആ യാത്രയിൽ, റോമിലേക്കുള്ള ആ യാത്രയിൽ അന്നുവരെ ആരും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത കൊടിയ ഒരു കഷ്ടത, ഈശാനമൂലം എന്ന ഒരു കാറ്റ് ആ കപ്പലിനെ വേട്ടയാടുവാൻ തുടങ്ങി. 14 ദിവസത്തോളം സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ ഭീതിപ്പെടുത്തുന്ന ഒരു വലിയ വേദനിപ്പിക്കുന്ന ദിവസങ്ങൾ, സമയങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. പക്ഷേ ദൈവത്തിൻ്റെ ദാസൻ അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ ദുഃഖങ്ങളുടെ ആ ദിവസങ്ങളിലും അതിൻ്റെ 27-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നോക്കുക, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു ഭക്തൻ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ പദ്ധതിയെ വഴിയിൽ മുടക്കുവാൻ ഏത് പ്രതിസന്ധി വന്നാലും ദൈവം അതിന് വശംവദനാകുകയില്ല. ദൈവം തൻ്റെ പദ്ധതിയെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാറില്ല. ദൈവത്തിൻ്റെ പൈതലെ, നിനക്ക് വേണ്ടി ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ട് എങ്കിൽ, നീ ദൈവത്തിൽ നിന്ന് ഒരു ആലോചന പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസൃതമായി മുന്നേറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതിനെതിരായി വരുന്ന ഏത് പരിശോധനകളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ അടുക്കൽ ആ പ്രതിസന്ധി നീ അനുഭവിക്കുന്ന സമയത്ത് തന്നെ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ ആശ്വസിപ്പിക്കുവാനും പിന്നെയും നിനക്ക് മുന്നോട്ട് പോകുവാനുള്ള ഊർജം തരുവാനും നിന്നെ ശക്തീകരിക്കുവാനും കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുകയാണ്, ആ രാത്രിയിൽ തൻ്റെ അടുക്കലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. എന്നിട്ട് പിന്നെയും ദൈവത്തിന് ആവർത്തിച്ചുറപ്പിക്കുവാൻ ഒരു കാര്യമുണ്ട്. ഏലിയാവിനോട് പറഞ്ഞതുപോലെ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? പൗലോസിനോട് പറയുക, നീ കൈസറിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. രാത്രികാലം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന പ്രിയ ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ, വേല ചെയ്തുകൊണ്ടിരിക്കുന്ന, കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരെ, അതുപോലെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ പൂർത്തീകരണം ഏതെങ്കിലും ഒരു മാനുഷിക വാക്കിൽ ഒടുങ്ങിപ്പോകാനുള്ളതല്ല. എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ പര്യവസാനം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവൃത്തിയിൽ ഒടുങ്ങിപ്പോകാനുള്ളതല്ല. പിന്നെയോ നിന്നെ പൂർത്തീകരിക്കുന്നത് ദൈവം തന്നെയാണ്. 28-ാമത്തെ അധ്യായം അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ രക്ഷപ്പെട്ട ശേഷം അവർ ചെന്നെത്തിയ ദ്വീപിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട ആ ദ്വീപിൻ്റെ പേര് മെലിത്ത എന്നവർ ഗ്രഹിച്ചു. അസാധാരണമായ
ദയ കാണിച്ച് അതിലെ ദ്വീപവാസികളായ ബർബരന്മാർ അവരെ തീ കൂട്ടി, അവർക്ക് ചൂട് കൊടുത്ത് ശീതനിമിത്തമുണ്ടായ കഷ്ടത അവർക്ക് മാറാൻ തക്കവണ്ണം അവരെ സൽക്കരിച്ച് സ്വീകരിപ്പാനിടയായി. മെലിത്ത നിന്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ അവസാനമല്ല. അണലി കൈമേൽ പറ്റിയതുകൊണ്ട് ശുശ്രൂഷയുടെ അവസാനമല്ല. കാരണം വാക്ക് പറഞ്ഞത് ദൈവമാണ്. എത്തിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ദൈവമാണ്. എവിടെ എത്തിക്കും? റോമാണ് ലക്ഷ്യസ്ഥാനം. തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ലാസ്റ്റ് പോയിന്റ് റോമാണ്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം വചന ശുശ്രൂഷ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഫുൾ സ്റ്റോപ്പ് ഇടാൻ വരട്ടെ. ശുശ്രൂഷ ജീവിതത്തിൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വരട്ടെ. ആത്മീയ ജീവിതം ഇവിടെ ഒടുങ്ങിയെന്ന്, നീ ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന് പറയുന്ന വാക്കുകളുടെ മുമ്പിൽ നീ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് നിനക്കത് ശാപമായി തീരുമെന്ന് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ വ്യക്തികളുടെ മുമ്പിൽ നിന്റെ ആത്മീയ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ വരട്ടെ. പിന്നെയോ നിന്നെ ഊർജ്ജസ്വലനായി, നിന്നെ ശക്തിയോടെ ദൈവത്തിന് നിർത്തുവാൻ പദ്ധതിയുണ്ട്. നിന്നെ ശകാരിക്കുകയും നീ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നത് കാണുമ്പോൾ നിന്നെ പരിഹസിക്കുകയും ചെയ്യുന്ന വാക്കുകളുടെ മുമ്പിൽ നീ പതറിപ്പോകരുത്. ഈശാനമൂലൻ വരുന്നത് കാണുമ്പോൾ നിന്റെ ജീവിതം, ശുശ്രൂഷ, നിന്റെ വിശ്വാസ ജീവിതം തകർന്നു എന്ന് ചിന്തിക്കാൻ വരട്ടെ. ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ എത്തിക്കേണ്ടുന്ന ഇടത്തെത്തിക്കുവാൻ ദൈവം ശക്തനാണെന്ന് ഈ രാത്രികാലം ഉറക്കട്ടെ. അതെ ദൈവത്തിൻ്റെ മക്കളെ, മെലിത്തയും തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായിരുന്നില്ല. പിന്നെയോ ഒരു ശുശ്രൂഷയുടെ പര്യവസാനത്തിലേക്ക് ദൈവവനെ നടത്തി. ഞാൻ വേഗം ഈ മെസ്സേജ് പര്യവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളിങ്ങനെ കാണുന്നു, ഇബ്രായ ലേഖനത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുകയും. ദൈവത്തിൻ്റെ മക്കളെ, പൂർത്തീകരണം വരുത്തുന്നത് കർത്താവാണ്. പക്ഷേ ആ കരങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കണം. ഇടയ്ക്ക് എലിയും വരും. കാഴ്ച മറയ്ക്കുന്ന മുന്നോട്ടുള്ള വഴിയെക്കുറിച്ച് ചിന്തിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ആ കാഴ്ചയെ മറയ്ക്കുന്ന രീതിയിൽ ഭൗമിക സുഖങ്ങൾ വന്നെന്നിരിക്കാം. പ്രാർത്ഥനാ ജീവിതത്തെ തടുക്കുന്ന ഇഹലോകത്തിൻ്റെ ചിന്തകൾ വന്നെന്നിരിക്കാം. ആത്മീയ കാഴ്ചപ്പാടുകളെ വറ്റിച്ച് കളയുന്ന, ആ ഉറവുകളെ തടുത്ത് കളയുന്ന ഈ ലോകത്തിൻ്റെ ഒത്തിരി വഞ്ചനകൾ വന്നെന്നിരിക്കാം. ദൈവം തന്നെ ഒരുക്കി തന്ന താൽക്കാലിക ആശ്വാസങ്ങൾ ഒരുപക്ഷെ ലഭിച്ചെന്നിരിക്കാം. ഇതൊന്നും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലാസ്റ്റ് പോയിന്റ് അല്ല. ഓടുക. എങ്ങനെ ഓടുക? സ്ഥിരതയോടെ ഓടുക. ഈ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ കാലയളങ്ങളിൽ എലിയാവിനെ കുറിച്ച് നമ്മൾ കേട്ടതുപോലെ വേദനിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന അനേക അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകാം. പക്ഷേ ഒരിക്കലും നിന്നെ വിളിച്ചിറങ്ങിയ ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. നിന്നെ ശുശ്രൂഷയ്ക്കും ദൈവരാജ്യത്തിനും ക്രിസ്തീയ വിശ്വാസത്തിനും വേണ്ടി കൈപിടിച്ച് ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. പക്ഷേ നമ്മുടെ തീരുമാനത്തിന് വലിയ വിലയുണ്ട്. രൂബേന്യരെയും ഗാദ്യരെയും പോലെ യോർദാൻ ഇക്കരെയുള്ള ആടുമാടുകൾക്ക് കൊള്ളാകുന്ന ദേശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. ഈ ഭൂമി ഇന്നും അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നല്ലതെന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയാണ്. പക്ഷേ ഭക്തന്മാർക്ക് ഈ ഭൂമി ഒരു താൽക്കാലിക വസതി മാത്രം. ഈ താൽക്കാലിക വസതി വിട്ട് കൂടാരം പൊങ്ങുവാൻ വേണ്ടി മേഘം വന്നു നിൽക്കുന്നത് കാണുമ്പോൾ, മേഘം പൊങ്ങുമ്പോൾ കൂടാരവും പൊങ്ങേണ്ടുന്ന ദിവസങ്ങളാണ്. ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞും പ്രാർത്ഥിച്ചും എല്ലാം നേടി എന്ന് വിചാരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇവിടെയല്ല പരിസമാപ്തി നടത്തേണ്ടത്. ഇതൊരോട്ടക്കളം തന്നെയാണ്. കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി ഈ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. അല്ല, ഈ അടുത്ത നാളുകളിൽ ഈ ഓട്ടക്കളത്തിൽ പ്രവേശിച്ചവരായിരിക്കാം. മാരത്തണിൽ ഓടുമ്പോൾ കുറച്ച് ദൂരങ്ങളിൽ, കുറച്ച് മീറ്ററുകളൊക്കെ ഓടി, കിലോമീറ്ററുകളൊക്കെ ഓടിക്കഴിയുമ്പോൾ ഇരുവശത്തും നിൽക്കുന്ന ആയിരം ജനങ്ങൾ ഈ ഓട്ടക്കാർക്ക്
അവരുടെ ദാഹം മാറ്റുവാൻ, അവരുടെ ക്ഷീണം മാറ്റുവാൻ വെള്ളം കൊടുക്കാറുണ്ട്, ഗ്ലൂക്കോസ് കൊടുക്കാറുണ്ട്. പക്ഷെ ഓട്ടക്കാർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ഓട്ടക്കാർക്ക് ഒറ്റ ആഗ്രഹമുണ്ട്, ഫിനിഷിംഗ് പോയിന്റിലെത്തുക. ഇന്നുവരെ ഒരു മാരത്തണിലും ഓടിയ ഒരു വ്യക്തിക്കും ഗ്ലൂക്കോസ് കഴിക്കാൻ അവർ ഓടിയിട്ടില്ല, വെള്ളം കുടിക്കാൻ വേണ്ടി അവർ ഓടിയിട്ടില്ല. ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് അവരുടെ ക്ഷീണം മാറ്റുവാൻ അവർക്ക് ലഭിക്കുന്നതാണ് ഇതൊക്കെ. ഗ്ലൂക്കോസ് കഴിപ്പാനല്ല, വെള്ളം കുടിപ്പാനല്ല ഒരു ഓട്ടക്കാരൻ ആഗ്രഹിക്കുന്നത്. പിന്നെയോ ലക്ഷ്യസ്ഥാനത്ത് പൂർത്തീകരിക്കുന്ന ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തുക. ഈ രാത്രികാലം ദൈവത്തിൻ്റെ മക്കളെ, ക്രിസ്തീയ ജീവിതം നമ്മൾ ആരംഭിച്ച് ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ഭവനമോ ഒരു നന്മയോ തലമുറകളുടെ സമ്പാദനങ്ങളോ അവരുടെ അഭിവൃദ്ധിയോ വിദ്യാഭ്യാസ ശ്രേഷ്ഠതയോ ഉയർന്ന ജോലിയോ സാലറിയോ ഉയർന്ന അഭിവൃദ്ധി തലങ്ങളോ ഒന്നുമല്ല നമ്മുടെ പ്രാർത്ഥനയുടെയും നമ്മുടെ ആരാധനയുടെയും നമ്മുടെ വിശുദ്ധ ജീവനത്തിൻ്റെയും പരിസമാപ്തി. അതൊക്കെ ഗ്ലൂക്കോസ് മാത്രമേ ആവുന്നുള്ളൂ. അതൊക്കെ നമ്മെ ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ബലഹീനരായി പോകാതെ, നിന്നാപാത്രമായി തീരാതെ, മനുഷ്യരുടെ മുമ്പിൽ കൂത്തുകാഴ്ചയായി തീരാതിരിക്കേണ്ടതിന് ദൈവം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന, നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മെ ഊർജ്ജസ്വലരാക്കുന്ന ചില ചെറിയ ഗ്ലൂക്കോസും വെള്ളവും മാത്രമാണെന്ന് മാത്രം വിശ്വസിക്കുക. ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെയും ഇവിടെ കൃപയോടെ നിന്നതിൻ്റെയും ഇവിടെ വിശുദ്ധീകരണം പ്രാപിച്ചതിൻ്റെയും ഇവിടെ ആത്മാക്കളെ നേടിയതിൻ്റെയും ഇവിടെ കണ്ണുനീരൊഴുക്കിയതിൻ്റെയും ഇവിടെ ഉപവസിച്ചതിൻ്റെയും ഇവിടെ സുവിശേഷം പറഞ്ഞതിൻ്റെയും ഇവിടെ കർത്താവിന് വേണ്ടി നിന്ന അപമാനം സഹിച്ചതിൻ്റെയും പ്രതിഫലം അങ്ങേ കരയിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണും. ഒരു നാൾ ഈ നശ്വര ലോകം വിട്ട് പിരിയുന്ന ഒരു ദിവസം വരും. അങ്ങേ കരയിൽ നിൽക്കുമ്പോൾ നാം നേടിയത് എന്തെന്ന് അറിയും. ലോകം വെറുത്തോൾ ആ നാളിൽ അവർക്ക് ലഭിക്കുന്ന വില എന്തെന്ന് അറിയും. അതെ ദൈവത്തിൻ്റെ മക്കളെ, വാത്സല്യ ശുശ്രൂഷകന്മാരെ, ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുന്ന നല്ലവരായ ദൈവദാസിദാസന്മാരെ, ഈ ലോകത്തിൽ ഏലിയും നിങ്ങളുടെ വിശ്രമ ജീവിതമാകരുത്. ചൂരച്ചെടി നിങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് ആകരുത്. അപ്പം കഴിച്ച് ലഭിച്ച ഊർജത്തിൽ ഓടിക്കേറിയ ഗുഹയും നിന്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരിസമാപ്തിയല്ല. പിന്നെയോ അടുത്തൊരു ലക്ഷ്യം കൂടെ കർത്താവ് തരുന്നുണ്ട്. ആ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ നടക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ നേടിയാലും ഈ ഭൂമിയിൽ കർത്താവ് എനിക്ക് ഒരുക്കി തന്ന ഏത് നന്മകളും അതെൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരിസമാപ്തിയല്ല. ഇതെല്ലാം ഇവിടെ വിട്ട് മണവാളനെ എതിരേൽക്കുവാൻ ഒരു ദിവസം വരികയാണ്. അതിൻ്റെ അലയൊലികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, അതിൻ്റെ അടയാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ശ്രദ്ധിക്കണമേ, ഇന്ന് ഇവിടെ പ്രാപിച്ചതും ഇവിടെ സമ്പാദിച്ചതും ഇവിടെ കൂട്ടിവെച്ചതും ഇവിടെ നേടിയെടുത്തതുമായ സകലതിനെയും ഈ തീക്കായി അഗ്നിക്കായി ഏൽപ്പിച്ച് മണവാളൻ്റെ അടുത്ത് പോകുവാനായി നാം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കണ്ണുകൾ എലീമിൽ ഉടക്കാതിരിക്കട്ടെ, കണ്ണുകൾ യോർദാനിൽ ഉടക്കാതിരിക്കട്ടെ, കണ്ണുകൾ മറുരൂപമലയിൽ തങ്ങി നിൽക്കാതിരിക്കട്ടെ. വിശ്വാസക്കപ്പൽ തകർന്നുടഞ്ഞവരുടെ പട്ടികയിലല്ല നമ്മൾ കാണേണ്ടത്. ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിപ്പാനായി ഒരുക്കപ്പെടാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കപ്പെടാകട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രികാലം അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ട നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ ഒരു നല്ല നായകനായി മുമ്പേ കടന്നു പോകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ചിന്തിച്ചു കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പൂർത്തീകരണം വരുത്തുന്നവനാകയാൽ സ്തോത്രം. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ അങ്ങ് പൂർത്തീകരിക്കുന്ന കർത്താവാകയാൽ സ്തോത്രം. കുറവുകളുണ്ട്, പരാജയങ്ങളുണ്ട്, വീഴ്ചകളുണ്ട്. എങ്കിലും ഞങ്ങളെ ഊർജ്ജസ്വരരായി ജയോത്സവമായി ഞങ്ങളെ പിന്നെയും മുന്നോട്ട് അങ്ങയുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ
അങ്ങ് ശക്തനായ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വചനം കേട്ടതിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ്. ഇങ്ങനെ ഒരു അവസരം കർത്താവ് പിന്നെയും ഈ ഭൂപ്പരപ്പിൽ തന്നതിനായി സ്തോത്രം. പിന്നെയും കാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഒരു അവസരം കൂടെ ആമേൻ വചനം കേൾക്കുവാൻ നമുക്ക് കർത്താവ് സഹായിച്ചല്ലോ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ആമേൻ പ്രിയ തോമസ് പാസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.